ഞാൻ ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തി. കാല് നിലത്തൂത്തിയപ്പോ അവിടെ ഒരു പഴത്തൊലി കിടപ്പുണ്ടായിരുന്നു. അതിൽ ചവിട്ടിയപ്പോ ഞാൻ സ്കൂട്ടറും കൂടി താഴെ വീണു. ആ സൂപ്പർ രേവതി. എന്ത് സൂപ്പറെന്ന്? ആര് താഴെ വീണത് സൂപ്പറാണെന്നോ? അതല്ല അച്ഛൻ അവള് പറഞ്ഞ പോലെ തന്നെയാ നടന്നത്. തലയ്ക്ക് എങ്ങനെയാ മുറിവ് പറ്റിയെന്ന് സൂപ്പറായിട്ട് അവള് പറഞ്ഞേ. നടന്നു വരുമ്പോ പഴത്തൊലി ചവിട്ടിയെന്നല്ലേ ആദ്യം പറഞ്ഞേ? അത് വർഷം മാറിപ്പോയതാ. അത്ര ആലോചിച്ചില്ല. രേവതി പറഞ്ഞ പോലെ തന്നെ നടന്നത്. അത് ശ്രദ്ധിക്കണ്ടേ ചേച്ചി? സ്കാൻ ചെയ്ത് നോക്കിയായിരുന്നു? പിന്നെ അതൊക്കെ ചെയ്യുന്നു. കാലിലെ ചെറുവിലിന് ഒരു മുറിവ് പറ്റിയാൽ പോലും 100 കൂട്ടം ടെസ്റ്റുകൾ എഴുതും. തലയ്ക്ക് മുറിവ് പറ്റിയാ പിന്നെ പറയണോ? എല്ലാ ടെസ്റ്റും നടത്തിയിരുന്നു. ഒടുക്കം റിസൾട്ട് വന്നപ്പോ ഡോക്ടർ പറഞ്ഞെന്താ ഇവിടെ തലയ്ക്കകത്തൊന്നുമില്ലെന്ന്. തലയ്ക്കൊന്നും പറ്റിയില്ല. തലക്കൊന്നും പറ്റിയില്ലെന്ന്? അല്ല വേറൊരു പ്രശ്നമില്ലാന്ന് ഉദ്ദേശിച്ചേ. ഓ എന്തായാലും കൂടുതലൊന്നും പറ്റാഞ്ഞത് ഭാഗ്യം. മോളൊന്ന് ജോലിയൊന്നും ചെയ്യണ്ട, പോയി റെസ്റ്റ് എടുക്ക. ശ്രുതി ചേച്ചി, ആന്റി വരുന്നുണ്ട്. നമുക്കേ അഴക്കം കൂടുന്നല്ല അഭിനയിക്കാം. ഇടാ ഞാൻ പോവാ. നീ തന്നെ എടുത്ത് വെച്ചേക്ക്. അയക്കോ. നിങ്ങൾക്കേ മുറിവൊന്നും പറ്റിയിട്ടില്ല. ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി കള്ളം പറയുവാ. എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാ ജോലിയും ചെയ്യാൻ ഞാനത് എവിടത്തെ ജോലിക്കാരിയാണോ? നിനക്കെന്ത് ജോലി ചെയ്തൂടെ? നിങ്ങളല്ലേ എപ്പോഴും ജോലി ചെയ്യാതെ? ഓലയിൽ ചുമ്മാ ബാൻഡേജും കെട്ടി ഇറങ്ങിക്കോളും. ഒരു മുറിവുമില്ല. അഭിനയിക്കാനേ നിങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പാർഷ പറഞ്ഞാൽ ശരിയാ. വലിയ നടിയവള്. ഇവിടെ കാണിക്കുന്ന അഭിനയൊക്കെ വല്ല സിനിമ കാണിച്ചിരുന്നെങ്കിൽ വലിയ അവാർഡുകളൊക്കെ കിട്ടിയാന്. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? രേവതി എനിക്ക് മനസ്സിലായില്ലേ? അമ്മ നിന്നെ പൊഴുത്തിയതാ. നീ നല്ല നടിയാണത്രേ. ഒരു തൊഴിലിൽ സീനിയർ ആയിട്ടുള്ളവര് വളർന്നു വരുന്നവരെ കുറിച്ച് നല്ലത് പറയുമ്പോ അതിൽ പരം വേറെ സന്തോഷം എന്തുണ്ട് രേവതി? നമ്മുടെ അമ്മയെക്കാളും അഭിനയിക്കാൻ അറിയുന്ന വേറൊരാളും ഈ ലോകത്തില്ല. വലിയൊരു നടിയാ നിന്നെ പൊഴുത്തിയത്. ഇത് നിനക്ക് കിട്ടിയ വലിയ അംഗീകാര. സന്തോഷിക്കുക രേവതി, സന്തോഷിക്കുക. ശ്രുതി, നീ ഇത് എവിടെ പോയതാ പറയാതെ? കുറച്ചു നേരം മുമ്പ് ഇവിടെ കണ്ടതാണല്ലോ. അത് പെട്ടെന്ന് തോന്നിയൊന്ന് അമ്പലത്തിൽ പോണെന്ന്, അതാ പറയാതെ പോയത്. ആന്റി പ്രസാദം. എന്താ മോളെ, ഇന്ന് വല്ല വിശേഷാണോ? അതാണോ ക്ഷേത്രത്തിൽ പോയത്? അല്ല ആന്റി, അവിടെ ഒരു സ്വാമി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണാൻ പോയതാ. എല്ലാം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന ഒരു സ്വാമിയാ. പിന്നെ ആന്റിയുടെ സമയം ഇപ്പൊ നല്ലതാന്ന് പറഞ്ഞു. പാർലടത്തി ഐസ് കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. തണുപ്പിക്ക്. ആന്റിയെ കുറിച്ച് മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാവരെ കുറിച്ച് ഞാൻ സ്വാമിയോട് പറഞ്ഞു. പിന്നെ രേവതിയുടെ തലയിൽ ബാൻഡേജ് കണ്ടപ്പോ അദ്ദേഹം പറയുന്നതിൽ സത്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. രേവതി, നിനക്കിപ്പോ മോശ സമയമാണെന്നാ സ്വാമി പറഞ്ഞത്. പിന്നെ പേടിക്കണം, നിന്റെ ലൈഫില് കെട്ടത് നടക്കുന്ന അദ്ദേഹം പറഞ്ഞത്. അതെങ്ങനെ പാർലടത്തി? ഇവളുടെ മുഖം പോലും കാണാതെ സ്വാമി അങ്ങനെ പറഞ്ഞേ? സ്വാമി നിന്റെ മുഖം കണ്ടായിരുന്നല്ലോ. നിന്നെ പോലുള്ള ഒരു മരുമോളുള്ള വീട്ടിൽ കഴിയുമ്പോ മറ്റൊരു മരുമോൾക്ക് എന്തായാലും പ്രശ്നം വരുമെന്ന് കണക്കുകൂട്ടി അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞായിരിക്കും. അതെ, അനുഭവിക്കുമ്പോ മനസ്സിലായിക്കോളൂ. സ്വാമി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന്. ഇപ്പൊ തന്നെ കണ്ടില്ലേ തലയിൽ ബാൻഡേജ് ആയിട്ട് നിൽക്കുന്നത്. ഇത് ഏത് കാലം, ഏത് ജനറേഷൻ? ശ്രുതി ചേച്ചിയൊക്കെ ഇതിൽ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടല്ലേ? കഷ്ടം. കള്ളവേഷം കെട്ടി ഏതോ സ്വാമി കാശുണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാ. അതെ, എല്ലാരും വേഷം കെട്ടി ഇറങ്ങിയ കള്ളസ്വാമിമാരല്ല, ജ്ഞാനികളായ സ്വാമിമാരും ഉണ്ട്. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാ ഞാൻ രേവതിയോട് ഇത് പറഞ്ഞത്. രേവതിക്ക് എന്തെങ്കിലും സംഭവിച്ചാ? അവക്ക് എന്തെങ്കിലും സംഭവിച്ചാ പാർലടത്തേക്കും ഇവിടെയുള്ള മറ്റുള്ളവർക്ക് സന്തോഷമാവുമല്ലോ. എന്തായാലും നിങ്ങളെ ആഗ്രഹം നടക്കില്ല. ഇവളുടെ നല്ല മനസ്സാ, അതുകൊണ്ട് അവർക്ക് ഒന്നും സംഭവിക്കില്ല. വീട് ശ്രുതി, നീ നല്ലത് പറഞ്ഞാലും അവനത് മോശമായിട്ടേ കാണൂ. നീ അവരോടൊന്നും പറയാൻ നിൽക്കണ്ട. സ്വാമി പറഞ്ഞതിൽ കാര്യമുണ്ടോന്നേ നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്യും. പാർലടത്ത് എന്തോ മനസ്സിൽ വെച്ചാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും വെയിറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം, കാണാം. രേവതിയേ വാ, ആരെയൊക്കെ കൂടുതൽ കാലം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല സച്ചി. ഇന്ന് രാത്രി ഞാൻ നിന്റെ മൊബൈൽ എടുക്കും. അതിൽ വീഡിയോയും നിന്റെ ഭാര്യയുടെ കെട്ടനേരം അവിടെ തുടങ്ങും. എന്താ രേവതി, എന്താ ഒരു മൂഡ് ഓഫ്? എനിക്കിപ്പോ മോശ സമയം സച്ചേട്ടാ. ചിരിക്കുന്നോ? ശ്രുതി പറഞ്ഞത് കേട്ടില്ലേ? എനിക്കിപ്പോ മോശ സമയമാണെന്ന്. പിന്നെ അവിടെ ഞാനെയാണല്ലോ ഇതൊക്കെ പറയാൻ. എന്റെ രേവതി, അമ്മയെ കയ്യിലെടുക്കാൻ വേണ്ടിട്ട് അവള് ചുമ്മാ പറഞ്ഞതാ. ഞാനായി ഏത് സ്വാമി പറഞ്ഞതല്ലേ അവള് പറഞ്ഞത്. എന്റെ മനസ്സെന്തോ വല്ലാതാവുന്നു. ഒരാവശ്യമില്ലാത്ത ആരെങ്കിലും പറഞ്ഞാ അതൊരു ചെവികളെ കേട്ടിട്ട് മറ്റേ ചെവികളെ പുറത്തേക്ക് കളയാനാ ദൈവം 2 ചെവി തന്നിരിക്കുന്നെന്ന് അച്ഛമ്മ പറയാറുണ്ട്. അവളൊക്കെ പറയുന്നത് ഈ ചെവികളെ കേട്ട് ഈ ചെവി കൂടെ പുറത്ത് കളയുക, അല്ലാതെ ഒന്നും മനസ്സിൽ കൊണ്ടു നടക്കരുത്. മനസ്സിൽ കൊടുത്താൽ തലവേദനിക്കും. രേവതി, നമ്മുടെ മനസ്സ് നല്ലതല്ലേ? നമ്മൾ നല്ലത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് നല്ലതേ നടക്കൂ. നമുക്കിപ്പോ മോശം സമയമല്ല, നല്ല സമയം. കിടന്നാലോ? സമാധാനത്തോടെ കിടന്നുറങ്ങാം, നമുക്ക് ഉറങ്ങാം. എന്തിനാ മിഡ് നൈറ്റിൽ അലാറം വെച്ചേ? അത് അലാറൊന്നുമല്ല. ആരാ വിളിക്കുന്നേ? പ്രിയ മേഡം ആണല്ലോ വിളിക്കുന്നേ. ഇതെന്താ ഈ സമയത്ത്? ഹലോ മേഡം. ശ്രീകാന്ത്, ഐ എം സോറി, ഹാവ് ഐ ഡിസ്റ്റർബ്ഡ് യു? നോ മേഡം, നോട്ട് അറ്റ് ഓൾ. മാഡം വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ. കോൾ മീ പ്രിയ. ശരി, ഞാൻ ഇനി പേര് വിളിച്ചോളാം. ആക്ച്വലി I have an idea for a new recipe, so I just want to discuss with you. അപ്പൊ രാത്രിയിൽ ഉറക്കമൊന്നുമില്ലേ? ഇതിനെ കുറിച്ച് മാത്രമാണോ ചിന്ത? പറ. ഇത് ഒരു ഇന്ത്യൻ ഡിഷാ. അതിന്റെ റെസിപ്പി എന്താണെന്ന് പറ. റെസിപ്പിയോ? നിനക്കൊന്നും ഓർക്കുമില്ലേ? നട്ടപാത്രയ്ക്ക് ആരാണ് നിന്നെ റെസിപ്പി ഒക്കെ പഠിപ്പിക്കാൻ പോകുന്നത്? പക്ഷെ ഇത് പ്രിയ മേഡോ, ഞാനൊന്ന് സംസാരിക്കട്ടെ, നീ കിടന്നു. ഹലോ. പുറത്തു പോയി സംസാരിക്കേ. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ഇല്ല, പ്രശ്നമൊന്നുമില്ല. രണ്ടുപേരും നല്ല ഉറക്കാ. ഇപ്പൊ ഫോൺ എടുക്കാം. കേൾക്കാം, പറഞ്ഞോ. ഏത്? ഞാൻ ഉണ്ടാക്കിയ ഡിഷോ? അതൊരു സൗത്ത് ഇന്ത്യൻ ഡിഷാ. അതുണ്ടാക്കാൻ ഈസി ആണെന്നേ. ആക്ച്വലി അതിൽ കുറെ കടുകിടും, മുളക് കുറവാ, പിന്നെ ജിഞ്ചർ കുറച്ച് അധികം ഇടും. അതാ അതിന്റെ ഒരു പ്രത്യേകത. അതെ. ഇല്ലില്ല, അതാണ് ഇതില്ല. പിന്നെ ആണോ കട കൂട്ടിക്കുന്നത്? അവന്റെ ഒരു മുളകും ജിഞ്ചറും. ഞാൻ കിടന്ന് ഉറങ്ങണം. നീ വേണമെങ്കിൽ പുറത്തെവിടെങ്കിലും പോയി ഫോൺ ചെയ്യേ. സോറി ഏട്ടാ. അല്ല, ഇവിടെ പറഞ്ഞതാ. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണം, അപ്പൊ നന്നായിരിക്കും.
നന്നായിരിക്കുന്നു. ഏതോ പെണ്ണ, അതും ഈ പാതിരാത്രിയില്. ഓ, നട്ടപ്പാതിരക്ക് മട്ടപ്പാവിക്കാരി പോവാ. ഓ, എന്തൊക്കെയാണോ ഈ വീട്ടിൽ നടക്കുന്നത്. ശ്രുതി, നീ എന്താ ഇവിടെ? അതിന് ഞാൻ വെള്ളം എടുക്കാൻ വന്നതാ. അയ്യോ, സെയിം പിഞ്ച്, ഞാനും വെള്ളം എടുക്കാൻ തന്നെയാ വന്നത്. നാശം, കേറി വരാൻ കണ്ട സമയം. എന്താ ശ്രുതി ആലോചിക്കുന്നേ? ഏ? ആ. ഓ, എത്ര ബോട്ടിൽ വെള്ളം എടുക്കണമെന്നായിരിക്കും. നമുക്ക് രണ്ടു കൂടെ ഒരു ബോട്ടിൽ മതി. ആ, എന്തോ ഒരു കള്ളക്കളി ഉണ്ടല്ലോ. എന്താണ് പാലെടുത്തി? എന്ത് കളക്കളി? അതൊക്കെ നിനക്കല്ലേ? മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കടാ. ശ്രുതി, നീ പോയി വെള്ളം എടുത്തിട്ട് വാ. ഉം. അവന്റെ ഒരു കിന്നോരം നല്ല തണുത്ത പോയി. സൂപ്പർ. പ്രിയയുടെ ഐഡിയ എന്തായാലും കൊള്ളാം. താങ്ക് യു. ഇന്നേ വരെ ആരും ട്രൈ ചെയ്യാത്തൊരു ഡിഷായിരിക്കും. ഇത് വർക്ക്ഔട്ട് ആവുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും. പ്രിയ റെസിപ്പി പറഞ്ഞപ്പോ തന്നെ ആ ഡിഷിന്റെ ടേസ്റ്റ് എന്റെ നാവിൽ കിട്ടി. തമാശ പറയാണോ? അല്ല പ്രിയ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. താങ്ക് യു ആൻഡ് വൺസ് അഗെയിൻ സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഏയ്, നമുക്ക് നല്ലൊരു റെസിപ്പി കിട്ടിയല്ലോ, സന്തോഷം. ശ്രീകാന്ത്, ഈ ഡിഷ് നമുക്ക് ഒരുമിച്ചുണ്ടാക്കാം. ആ, നാളെ ട്രൈ ചെയ്യാം. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്? പേടിച്ചു പോയല്ലോ. എത്ര നേരിട്ട് ശ്രീകാന്ത് ഫോൺ ചെയ്യുന്നു? പ്രിയമയുടെ ഒരു പുതിയ ഡിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്റെ ഉറക്കം കളഞ്ഞു. ഈ കോൾ വന്നതിന് ശേഷം എനിക്ക് ഉറക്കം പോലും കിട്ടിയില്ല. സോറി. ഞാൻ നാളെ പകല് നിന്നെ വിളിക്കും. ഇതുപോലെ മണിക്കൂറോളം നിർത്താതെ നീ എന്നോട് സംസാരിക്കണം. ഫോൺ വയ്ക്കാനേ പാടില്ല. അയ്യോ, എനിക്ക് നാളെ വർക്കുള്ളതാ. അതൊന്നും എനിക്ക് അറിയണ്ട. ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നത് വരെ എന്നോട് ശ്രീകാന്ത് സംസാരിച്ചിരിക്കണം. പെട്ടല്ലോ. വാ കിടക്കാം. അല്ല, പക്ഷേ നാശം. എന്താ വരുന്നില്ലേ? വരൂല്ലേ? ദേവതി, നീ എന്താ കാണിക്കുന്നേ? കണ്ടിട്ട് മനസ്സിലാവുന്നില്ല സച്ചേട്ടാ. ഞാൻ അതേ കറി വെച്ചോണ്ടിരിക്കുക. എന്തിനാ നീ ഇതൊക്കെ ചെയ്യുന്നു? വേറെ ആര് ചെയ്യാനാ? തലയിൽ നല്ല മുറിവുണ്ട്, ബാൻഡേജ് ആണെങ്കിൽ അയച്ചിട്ടില്ല. റെസ്റ്റ് എടുക്കണം ഡോക്ടർ പറഞ്ഞാലേ. ഇതൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ ആരുമില്ല. അമ്മയോടും പാലെടുത്തു. മിണ്ടാതിരിക്കെ, വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. എപ്പോഴും ഞാനല്ലേ ഇതൊക്കെ ചെയ്യുന്നേ. അതിന് ഇപ്പോഴത്തെ പോലെയാണ് ഇന്ന്. മുറിവ് ഉണങ്ങി ബാൻഡേജ് അഴിച്ചതിന് ശേഷം നീ ഇനി അടുക്കള കാര്യം മതി. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, വേദനയും ഇല്ല. പിന്നെന്താ? വേദന ഉണ്ടെങ്കിൽ നീ ഇല്ലെന്നല്ലേ പറയൂ. ദേവതി, വെച്ചുണ്ടാക്കുന്ന അമ്മ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നീ അടുക്കള കയറിയത്? ഒരിക്കൽ പറഞ്ഞു എന്ന് കരുതി എല്ലായ്പ്പോഴും അമ്മ അടുക്കളയിൽ കയറുമോ? ഞാൻ ചെയ്യേണ്ടത് ഞാൻ തന്നെ ചെയ്യണം. സച്ചിൻ അവിടെ എങ്ങനെ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് വേണം എനിക്ക് പൂ വിൽക്കാൻ പോകാൻ. പൂ വിൽക്കാൻ പോകാനോ? നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? ഇവിടുത്തെ ജോലി പോലും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞേ. അപ്പോഴവള് പൂ വിൽക്കാൻ പോകുന്നേ. നീ ഇവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ കാണണമല്ലോ എനിക്ക്. സച്ചേട്ടാ, എനിക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ആ, 1-2 ദിവസം ജോലിക്ക് പോയില്ലെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഏറ്റ കുറെ ഓർഡേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ മാല കെട്ടിക്കൊടുത്തേ പറ്റുള്ളൂ. ദേവതി, നീ ഇപ്പൊ എന്തായാലും വെയിലത്ത് പോണ്ട. വേദന കൂടും. പോരാത്തിന് ഹെൽമെറ്റ് ഇടാൻ പറ്റില്ല. തലയിൽ ബാൻഡേജ് കെട്ടിയിരിക്കില്ലേ? ശ്ശോ. അല്ലെങ്കിൽ തന്നെ നീ ഇനി മാല കെട്ടിട്ട് എപ്പോ കൊണ്ട് കൊടുക്കാൻ വേണ്ടി? അയ്യോ, മാലയൊക്കെ ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കെട്ടിക്കഴിഞ്ഞു. ഇനി അതൊന്നും കൊണ്ട് കൊടുക്കാനുണ്ടു. 4 മണിക്ക് എഴുന്നിട്ട് മാല കെട്ടിയെന്നോ? അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ചില ദിവസങ്ങളിൽ സച്ചേട്ടൻ 3 മണിക്കോ 4 മണിക്കൊക്കെ എണീറ്റ് ട്രിപ്പ് പോകാറില്ലേ? ആ സമയത്തൊക്കെ ഞാനും എഴുന്നേക്കാറുണ്ടല്ലോ. അതാണ് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം. സച്ചേട്ടൻ അത് രാവിലെ ട്രിപ്പ് പോണോന്ന് പറഞ്ഞാ എനിക്ക് ഉറക്കം വരാറേയില്ല ആ ദിവസം. സച്ചേട്ടൻ രാവിലെ എഴുന്നേക്കുമ്പോ എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ലെങ്കിലോ? ഉറങ്ങിപ്പോയാ സച്ചേട്ടന് ചായ ഇട്ട് തരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഉറങ്ങാറേയില്ല. ദേവതി, നീ ഇന്ന് ജോലിക്ക് പോകണ്ട. പോണം സച്ചേട്ടാ. ഓർഡർ വന്ന മാല കൊടുത്തേ പറ്റൂ. വീട്ടിലിങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഒരു ദിവസത്തെ വരുമാനം പോയാ അത് പോയത് തന്നെയാ. ശരി, പോയേ പറ്റൂന്നാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരാം. അയ്യോ, അതെങ്ങനെയാ? ഈ ഒരു അവസ്ഥയിൽ നിന്നെ തനിച്ചു വിടാൻ പറ്റില്ല. ഞാനും കൂടെ വരാം. അപ്പൊ സച്ചേട്ടന് കാർ എടുക്കണ്ടേ? ഇന്ന് കാർ എടുക്കണ്ട, ഞാനേ നിന്റെ സ്കൂട്ടർ ഓടിക്കാം. നീ പുറകിലിരുന്നാ മതി. പൂ കൊടുക്കേണ്ടതൊക്കെ നമുക്ക് ഒരുമിച്ച് കൊണ്ട് കൊടുക്കും. സച്ചേട്ടന്റെ ഒരു കാര്യം. നല്ല ഹസ്ബൻഡ്സ് ആയി ഇങ്ങനെയൊക്കെയാ. എപ്പോഴും വൈഫിനെ കെയർ ചെയ്യും. ചേച്ചി ഭാഗ്യവതിയാ. അങ്ങനെ പറഞ്ഞു കൊടുക്കും. പക്ഷേ കേരള വർഷം പറഞ്ഞ അവർക്ക് കാര്യം മനസ്സിലായി. ആ, കേറിയെന്നൊക്കെ നല്ലത് തന്നെയാ. പക്ഷേ സച്ചേട്ടൻ എന്റെ കൂടെ വന്ന സച്ചേട്ടന്റെ കാർ ഓടിച്ച് കിട്ടുന്ന കാശ് നഷ്ടാവില്ലേ? ഞാൻ നിന്റെ സ്കൂട്ടർ ഓടിക്കുന്നതിന് നീ എനിക്ക് കാശ് തന്നാ മതി. അല്ല, ഈ കാർ ഡ്രൈവർക്ക് കൊടുക്കുന്ന അത്രയും കാശ് ഈ സ്കൂട്ടർ ഡ്രൈവർക്ക് കൊടുക്കണ്ട. ഇത് കുറച്ച് തന്നാ മതി. ഇത് നല്ല ഡീലാ. അതെ അതെ, രണ്ടുപേരുടെയും ജോലി നടക്കും. അതെ. എന്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടിയിട്ട് വാങ്ങിച്ചത് തന്നെ. ചേച്ചി, ഞാൻ വേണമെങ്കിൽ സഹായിക്കാം. അയ്യോ, ആരുടെയും സഹായം വേണ്ട. അവിടെ ചെന്ന് ഇരിക്കാൻ നോക്ക്. രണ്ടുപേരും ഇവിടെ നിന്ന് എന്റെ ജോലി നടക്കില്ല. ഞാൻ ചായ ഇട്ട് തരാം. ചെല്ല. നമ്മൾ ഇവിടെ തന്നെ നിൽക്കും അല്ലേ സച്ചേട്ടാ? പിന്നെ അല്ലാതെ ഇത്രയും പെട്ടെന്ന് തന്നെ ഫോൺ കൈക്കലാക്കണം. എന്താ ഒരു വഴി? എല്ലാവർക്കും നിന്നെ വലിയ കാര്യമാണല്ലോ. സ്ഥിരം കസ്റ്റമേഴ്സിനൊക്കെ സോപ്പിട്ട് നിർത്തിരിക്കല്ലേ? സോപ്പിടൊന്നും വേണ്ട. മനസ്സ് തുറന്ന് ആൾക്കാരോടൊന്ന് ചിരിച്ചാ മതി. അവർക്ക് നമ്മളെ ഇഷ്ടായിക്കോളും. ഇങ്ങനെയാ പോകുന്നെങ്കിൽ നീ എനിക്കൊരു കാർ കൂടെ വാങ്ങിച്ചു തരും. ദേ, ഒന്നല്ല 10 കാറാ എന്റെ ലക്ഷ്യം. കൊതിപ്പിക്കല്ലേ രവതി?